കത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയതാണ്. വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഹൈഡ്രജൻ ട്രെയിനിന് നേരെ ആക്രമണം നടന്നത് എവിടെയാണ്? ഒരു സെക്കൻഡ് മനസ്സിലായി. ഇതാണ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. സുഹൃത്തുക്കളെ, പലപ്പോഴും ഈ ഒട്ടകം ഗോപാലൻ എന്നാണ് ഈ ഗോപാലകൃഷ്ണൻ ചേട്ടനെ പലപ്പോഴും വിളിക്കാറുണ്ട്. BJPയുടെ നേതാവാണ്. കഴിഞ്ഞ ദിവസം അഭിലാഷ് മോഹൻ ഈ മനുഷ്യനെ ഇട്ട് തേച്ചൊട്ടിച്ച് പണ്ടാറടക്കുന്ന ഒരു ഗംഭീര കാഴ്ചയായിരുന്നു കണ്ടത്. BJPക്കാരനാണ്. പലപ്പോഴും അദ്ദേഹത്തെ പല ആൾക്കാരും സംഘി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കാറുണ്ട്. അങ്ങനത്തെ ആക്ഷേപമാണെങ്കിൽ അദ്ദേഹത്തിന് അത് അഭിമാനമാണോ എന്ന് വലിയ പിടുത്തമൊന്നുമില്ല. എന്തായാലും ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. കാരണം ഈ BJPക്കാർക്കും RSSന്റെയും ഈ സംഘപരിവാരക്കാർക്കും ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ ഗ്രൂപ്പിൽ വരുന്നത് മുഴുവൻ സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിച്ച് നടക്കുകയാണ് ഇത്ര ആളുകൾ. അല്ലെങ്കിൽ അത് നുണയായിരിക്കാം, പച്ചയ്ക്ക് നുണയായിരിക്കും. എന്നാലും ആ ഒരു നുണ എത്ര ആളെ മുമ്പിലും അഭിമാനത്തോടെ ഒരു നാണവും മാനവും ഇല്ലാതെ ആ ഒരു നുണ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ ഒരു വല്ലാത്ത തൊലിക്കട്ടി അവർക്കുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മുടെ CJP ഒരു പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് എവിടെയോ ഏതൊരു ട്രെയിന് കത്തിച്ചു കളഞ്ഞു, ഹൈഡ്രജൻ ട്രെയിന് കത്തിച്ചു കളഞ്ഞു എന്ന് പറയുന്ന ഒരു വാദവുമായിട്ടാണ് ഇദ്ദേഹം വരുന്നത്. അതിനെ തേച്ചൊട്ടിക്കുന്ന കാഴ്ച നമുക്കിനി കാണാൻ കഴിയുന്നത്. അഭിലാഷ് മോഹൻ ഒന്ന് കണ്ടോക്കണം. ഹൈഡ്രജൻ ട്രെയിനെതിരെ കല്ലെറിഞ്ഞത് എവിടെയാ? തകർത്തതാര്? അത് പാറ്റ്നയിലാണ്. ഹൈഡ്രജൻ ട്രെയിനിന് നേരെ ഒരു സെക്കൻഡ് ഡൽഹിയിലെ സമരവുമായി ബന്ധപ്പെട്ട് നടന്നതല്ല. അക്രമം അടിച്ചുവിടാൻ ഡൽഹിയിലെ സമരവുമായി ബന്ധപ്പെട്ട് നടന്നതല്ല ഈ ഹൈഡ്രജൻ ട്രെയിനിലൂടെ ആക്രമണം. ഡൽഹിയില് 118 പോലീസുകാർ ഏറ്റവും രസം വെച്ചാൽ ഈ ചങ്ങാതി പിന്നെ സംസാരിച്ച വിധത്തിൽ കെട്ടുന്ന ഇങ്ങനെ അലറി വിളിച്ചുകൊണ്ടിരിക്കും. ഒരാളെ നേരം പോലെ മാന്യന്മാർക്ക് സംസാരിക്കാൻ പോലും അനുവദിക്കില്ല. ഹൈഡ്രജൻ ട്രെയിൻ തകർത്ത പാറ്റ്നയിലാണ്. അത് ഡൽഹിയുമായിട്ടും ഈ CJP പിള്ളേരുടെ സമരവുമായിട്ടും ഒരു ബന്ധവുമില്ല. പക്ഷെ എന്നോ നടന്ന ഒരു കാര്യത്തെ കഴിഞ്ഞ ദിവസം നടന്നു എന്ന രീതിയിലാണ് നമ്മുടെ ഗോപാലകൃഷ്ണൻ അവതരിപ്പിക്കുന്നത്. ട്രെയിനിന്റെ കാര്യം ഒറ്റ കാര്യമുള്ളൂ. അതായത് ഈ പാറ്റ്നയിൽ, ബീഹാറിൽ, ഒരു സെക്കൻഡ് സാർ കേൾക്കൂ, ബീഹാറിൽ ഏതോ ഒരു പ്രത്യേക പോലീസിലേക്കാണോ തോന്നുന്നു ഒരു റിക്രൂട്ട്മെന്റ് പരീക്ഷ നടക്കുന്ന ദിവസം ട്രെയിൻ വൈകിയത് കൊണ്ട് ഈ ഉദ്യോഗാർത്ഥികൾക്ക് സമയത്ത് പരീക്ഷയ്ക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് അതില് രോഷാകുലരായ ആളുകൾ ഈ പാറ്റ്നയിൽ ബീഹാറിൽ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ കുറച്ചു നാൾ മുമ്പത്തെ കല്ലേറിന്റെ വിഷയമാണ്. ഡൽഹിയിലെ കുട്ടികൾ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞു, ഹൈഡ്രജൻ ട്രെയിൻ നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നത്. അങ്ങനെയല്ല. ഡൽഹിയിലെ സമരം ചെയ്ത വിദ്യാർത്ഥികൾ ഹൈഡ്രജൻ ട്രെയിനിന് നേരെ ആക്രമണം നടത്തിയിട്ടില്ല. അത് ബീഹാറിൽ കുറച്ചു ദിവസം മുമ്പ് നടന്ന കാര്യമാണ്. തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിൽ 63 വാഹനങ്ങളാണ് തകർത്തത്. ഈ 63 വാഹനം തകർത്തൽ ഇപ്പൊ ട്രെയിനില്ലേ, അത് ഒഴിവാക്കിയോ? ഒരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് സംഭവിച്ചാൽ അത് അങ്ങനെയാണോ എന്ന് ആ തെറ്റ് സമ്മതിക്കു പോലുമില്ല. വീണ്ടും അടുത്ത നുണയിലാക്കിയാണ് ഈ ചെങ്ങാതി പോവുക എന്നുള്ളത്. ഇനി അഭിലാഷ് മോഹനും ഈ ഗോപാലകൃഷ്ണൻ തമ്മിൽ ഒരു ഗംഭീര ഫൈറ്റാണ് കേട്ടോ. എത്ര ഇത് കണ്ടു എന്നറിയില്ല. കുട്ടി, ഒരു ചെറുപ്പക്കാരൻ പോലീസ് നിന്ന് അടിക്കുമ്പോ മാരോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നെഞ്ചു വിരിച്ച പോലീസുകാരുടെ മുമ്പിൽ നിൽക്കുന്ന ആ ദൃശ്യം താങ്കൾ ഒരുപക്ഷെ കണ്ടു കാണും. ആ ചെറുക്കന്റെ പേര് ഭാരത് എന്നാണ്, നമ്മുടെ രാജ്യത്തിന്റെ പേരാണ്. ഒരു തരത്തിലും നിങ്ങൾക്ക് ചാപ്പകുത്തി ഇല്ലാതാക്കാൻ കഴിയില്ല. ഇത് ഈ നാട്ടുകാരുടെ, ഈ നാട്ടിലെ യുവ സമൂഹത്തിന്റെ സമരമാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, സമരത്തെ പിന്തുണയ്ക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ? ഇത് നമ്മുടെ ജനാധിപത്യ രാഷ്ട്രമല്ലേ? നിങ്ങളും ഒരുപാട് സമരം ചെയ്തിട്ടുണ്ടല്ലോ. ടോവിനോ തോമസ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ അഭിനേതാവ്, അയാളുടെ അഭിപ്രായം പറയുന്നു, അയാളുടെ ഇഷ്ടമല്ലേ? ഉടനെ അയാളുടെ വീട്ടിലേക്ക് വാമൂട്ടി കെട്ടി പ്രകടനം നടത്തുന്ന വല്ല കാര്യമുണ്ടോ? പോട്ടെ, മോഹൻലാൽ, ആരാണ് ലാലേട്ടൻ? കഴിഞ്ഞ കോവിഡ് സമയത്ത് പ്രധാനമന്ത്രി പാത്രം കൊട്ടിക്കോളാൻ പറഞ്ഞപ്പോ പാത്രം കൊട്ടിയത് മാത്രമല്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് പാത്രം കൊട്ടുന്ന സൗണ്ട്. എന്തിനാണ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ പറയുന്നറിയില്ല. എന്തായാലും കൊള്ളാം. തരംഗങ്ങൾ കൊണ്ട് കൊറോണയിലെ അണുക്കൾ ചത്തുപോകുന്നു പറഞ്ഞ ആളല്ലേ ലാലേട്ടൻ. ആ ലാലേട്ടന്റെ മകൾ മായ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ എന്തൊരു ആക്രമണമാണ് സൈബർ ഇടങ്ങളിൽ. അങ്ങനെ ഞങ്ങളെ കുറിച്ച് ആരും ഒന്നും പറയാനേ പാടില്ല. ഇതാണോ നിങ്ങളുടെ ജനാധിപത്യം? ഉത്തരം കേൾക്കണേ. നമ്മളിപ്പോ സംസാരിക്കുന്നത് മാതൃഭൂമി ചാനലിലാണ്. നിങ്ങളുടെ മാതൃഭൂമിയുടെ പത്രം ഉണ്ടല്ലോ, ആ പത്രം കുറെ നാളായി തുടങ്ങിയത്. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, കുറെ നാളായി. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ മാതൃഭൂമിയുടെ ഇന്നത്തെ എഡിറ്റോറിയൽ അഭിലാഷ് മോഹൻ, എന്റെ പൊന്നു സുഹൃത്ത, ഭീഷണിയാണ് കേട്ടോ. ഗോപാലകൃഷ്ണൻ ഒരു അടിപൊളി ഭീഷണിയാണ്, അതും അഭിലാഷ് മോഹനോട്. ഒന്ന് കേട്ടോക്കണേ. വായിച്ചിട്ടുണ്ടാവും. ഈ സമരം എന്ന് പറയുന്നത് 12 വർഷത്തെ അരാജകത്വ ഭരണം, നരേന്ദ്രമോദി കൂടെ 12 വർഷത്തെ അരാജകത്വ ഭരണം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ സമരം എന്നാണ്. ഞാൻ ഒരു കാര്യം അഭിലാഷ് മോഹനോടും, ഈ എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ള വ്യക്തി ഉണ്ടല്ലോ,
അയാളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവാണ് നരേന്ദ്രമോദി. ഞങ്ങൾ അങ്ങോട്ട് തെരുവിൽ ഇറങ്ങിയാലുണ്ടല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനവും ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനവും ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനവും തെരുവിൽ ഇറങ്ങിയാലുണ്ടല്ലോ, ഇന്ന് തെരുവിൽ നിന്ന് BJPക്കെതിരെ വെല്ലുവിളിക്കുന്നവർക്ക് തെരുവുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആ വർത്തമാനമൊന്നും വേണ്ട. വിദ്യാർത്ഥികളുടെ പേര് പറഞ്ഞുകൊണ്ട് കണ്ടില്ലേ, മാതൃഭൂമിയില് ഈ ഒരു സമരം കൊണ്ട് മിക്കവാറും BJP ഭരണം താഴെ വരും എന്ന് വെച്ചാൽ മോഡി ഭരണം താഴെ വീഴും എന്നാണ് എഴുതിയിരിക്കുന്നത് ഒരു എഡിറ്റോറിയൽ. അങ്ങനെയൊന്നും എഡിറ്റോറിയൽ എഴുതാൻ പാടില്ല, ഞങ്ങൾ പറയുന്നത് മാത്രം നിങ്ങൾക്ക് കേൾക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ഗോപാലകൃഷ്ണന്റെ ഒരു ഭീഷണി കേട്ടോ. ആ ഭീഷണിക്ക് വഴങ്ങുമോ ഇല്ല എന്നല്ല എനിക്ക് കേൾക്കണ്ടായി. കണ്ടോക്കി കാശ്മീരിലെ ഞങ്ങൾക്കാണ് വലിപ്പം, ഞങ്ങൾക്കാണ് ശക്തി, ബാക്കി തെരുവിലിറക്കുന്ന ആളുകളെയൊക്കെ നിഷ്കാസനം ചെയ്ത് പറയാം. അത്രേ ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ. നിങ്ങൾക്ക് നിങ്ങളുടെ പത്രത്തിന് എഡിറ്റോറിയൽ വെച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെ ഇപ്പൊ അങ്ങോട്ട് വീഴ്ത്താം. നേപ്പാൾ പോലെ ബംഗ്ലാദേശ് പോലെ നേപ്പാൾ പോലെ സമരം നടത്തി നരേന്ദ്രമോദി സർക്കാരിനെ അങ്ങോട്ട് വീഴ്ത്താം, നരേന്ദ്രമോദി അങ്ങ് വെടിവെച്ചു കൊല്ലാന്നൊക്കെ പറഞ്ഞു ഉത്തരമുണ്ടല്ലോ. ഇനി പറയും ഞങ്ങൾ പറയും. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞല്ലോ. അല്ല, ആ എഴുതിയവരോട് പറഞ്ഞേക്ക് നിങ്ങൾ എഴുതിയല്ലോ, ഇന്ത്യയിൽ നടക്കില്ല. മനസ്സല്ലേ? ഇന്ത്യയിൽ നടക്കില്ല. എന്റെ സുഹൃത്തുക്കളെ, ഈ ഒട്ടം ഗോപാലനൊന്നും നിങ്ങൾ തമാശയായിട്ട് എടുക്കരുത് കേട്ടോ. കാരണം ഇയാളൊക്കെ കേരളത്തിലെ ഒരു സാമാന്യ ബോധമില്ലാത്ത സംഘപരിവാരകാരുടെ ഒരു പ്രതിനിധിയാണ്. ഇദ്ദേഹമൊക്കെ പറയുന്നത് യാഥാർത്ഥ്യമായിട്ട് തന്നെയാണ്. ഇന്ത്യയിൽ നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തീരുമാനിക്കുന്നത്, ഇവരൊക്കെ പറയുന്നത് അത് നടക്കില്ല എന്നുള്ളതാണ്. കാരണം ഇവർക്ക് എഴുത്തും വായനയൊന്നും വലിയ ബന്ധമൊന്നുമില്ല. വിദ്യാഭ്യാസം, അറിവ് കിട്ടുക, ചാണകം മതി, പശു മതി, പശുവിൻ്റെ മൂത്രം മതി, ചാണകത്തിൽ നിന്ന് ഓക്സിജൻ ഉണ്ടാവും. എൻ്റെ പ്രിയ സുഹൃത്ത് പോലും ചാണകത്തിൽ നിന്ന് ഓക്സിജൻ ഉണ്ടാവുമെന്ന് ഇപ്പോഴും വിശ്വസിച്ചടക്കുന്ന ഒരു സുഹൃത്ത് എൻ്റെ നാട്ടിലുണ്ട്. എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ ഇങ്ങനത്തെ കുറേ ടീംസാണ്. അപ്പോൾ ഇവർക്ക് വിചാരത്തിൽ എഡിറ്റോറിയൽ ഇവർ പറഞ്ഞ ഇന്ത്യ എന്ന് പറയുന്നത് ഇവരെ മാത്രം സ്വന്തമാണ്, അല്ലേ? BJPയുടെ മാത്രം സ്വന്തമാണ്, അല്ലെങ്കിൽ RSSന്റെ മാത്രം സ്വന്തമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവരുണ്ടായതിനു ശേഷം മാത്രമാണ് ഇന്ത്യ ഉണ്ടായത്. അതിനുശേഷം ഒന്ന് ഇവർ ഭരണത്തിൽ കയറിയതിനു ശേഷം മാത്രമേ ഇന്ത്യ ഉണ്ടായിട്ടുള്ളൂ. അതിനു മുമ്പൊന്നും ഇന്ത്യ ഉണ്ടായിട്ടില്ല. അന്ന് വേറെ എന്തൊക്കെയോ സംഭവമായിരുന്നു എന്നൊക്കെ. 2014 മുമ്പ് ബ്രിട്ടീഷുകാർ മാത്രമായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ടീമാണ് കേട്ടോ. എന്തായാലും കേൾക്കൂ. നടക്കൂല അഭിലാഷേ. ഗോപാലകൃഷ്ണൻ ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. ഒരു ചരിത്രം പഠിപ്പിക്കലുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒന്ന് കേൾക്കൂ. മനസ്സിലായില്ലേ? ചരിത്രം പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ജയിലിൽ ഇരുന്നുകൊണ്ട് എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ള ഒരേ ഒരാളെ ഉള്ളൂ, KP കേശവമേനോൻ. അത് ഇന്ത്യ രാജ്യം ഈ തരത്തിലാവുന്നതിന് മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, അന്ന് പൊന്നുതമ്പുരാനായിരുന്നു നാട് ഭരിച്ചിരുന്നത്. പൊന്നുതമ്പുരാൻ നാട് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മനുഷ്യർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് എല്ലാ നിരത്തിലൂടെയും നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാലത്ത് മനുഷ്യന്മാർക്ക് നാട്ടിലൂടെ നടക്കാൻ കഴിയാത്ത നാട്ടിൽ ജയിലിൽ കിടക്കുന്നതാണ് അതിനേക്കാൾ ബെറ്റർ, അതിനേക്കാൾ ഭേദം എന്ന് പറഞ്ഞ് KP കേശവമേനോൻ ജയിലിൽ കിടന്ന് മാതൃഭൂമിക്ക് വേണ്ടി എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ചരിത്രമുണ്ട്. എല്ലാ തരത്തിലുള്ള സ്വേച്ഛാധിപത്യങ്ങൾക്കെതിരെയും എല്ലാ തരത്തിലുള്ള അസ്വാതന്ത്ര്യങ്ങൾക്കെതിരെയും എഡിറ്റോറിയൽ എഴുതും. ഇപ്പോൾ എഴുതിയിട്ടുണ്ട്, മുമ്പ് എഴുതിയിട്ടുണ്ട്, ഇനിയും എഴുതും. അക്കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോഴത്തെ കാര്യം എന്തായാലും ഇതാണ് ഇവിടൊക്കെ ഒരു സാമാന്യ രീതി കേട്ടോ. ഈ ഒട്ടം ഗോപാലനൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും BJPക്കാരുടെ ഒരു സാമാന്യ രീതിയാണ് ഭീഷണിപ്പെടുത്തുക. ആ ഭീഷണിയിൽ ഇവരൊക്കെ വഴങ്ങും നോക്കുക. വഴങ്ങുന്നില്ലെങ്കിൽ പിന്നെ അടുത്തയിലേക്ക് കിടക്കുക. നുണകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ നുണ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നാണുമാനൊന്നുമില്ല, വീണ്ടും അടുത്ത നുണയിൽ കിടക്കുന്നുള്ള. ഇവരെ വാട്സപ്പിൽ വിളിച്ചിട്ട്, അതായത് കാവിപ്പട എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങൾ മുഴുവൻ സത്യമാണ് എന്ന് വിചാരിച്ച് കിടക്കുന്ന ടീമാണ്. പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല. ബൈ.